കൊച്ചിയിൽ ഒരു കുഞ്ഞിൻ്റെ അതിദാരുണമായ കൊലപാതകം. ആ കൊലപാതകത്തിൻ്റെ അണിയറ കഥകളൊക്കെ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആ കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ് ഫ്ലാറ്റിൽ നിന്നെറിഞ്ഞ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ആ സ്ത്രീ, ആ യുവതി ഒരു അതിജീവിതയാണെന്നുള്ള വിവരം പിന്നീട് പുറത്തു വന്നു. പീഡനത്തിനിരയാവുകയും അതിൽ ഗർഭിണിയാവുകയും പിന്നീട് പ്രസവിക്കുകയുമാണ് ഉണ്ടായതെന്ന കഥകളൊക്കെയാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെ കേരളം ഞെട്ടിയ ഒരു ദിവസമായിരുന്നു കടന്നുപോയത്, നമ്മളേറെ സങ്കടപ്പെട്ടൊരു ദിവസം. ഇന്നിപ്പോൾ ആ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ കൂടുതൽ സങ്കടകരമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതിക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുഞ്ഞ് ഉണ്ടായ ഉടനെ അതിൻ്റെ വായിൽ തുണി തിരുകി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് എറിഞ്ഞുവെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇന്ന് ആ പെൺകുട്ടിയെ, യുവതിയെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിൽ പോലീസിൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും കൊച്ചിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണ്. കുഞ്ഞിനെ വായിൽ തുണി തിരുകി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. യുവതിയെന്ന് കൂടുതൽ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ഗായത്രിയാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം എന്താണ് ഈ കേസിൻ്റെ തുടർ നിയമ നടപടികൾ, തുടർ കാര്യങ്ങളൊക്കെ ഇന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ഗായത്രി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗായത്രി, നല്ലൊരു ദിവസം പറഞ്ഞു തുടങ്ങുമ്പോഴും നമ്മുടെ മുൻപിലേക്ക് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ശുഭകരമല്ല. അതേറെ സങ്കടപ്പെടുത്തുന്നതാണ്. ആ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ജനിച്ച ഉടനെ കുഞ്ഞിൻ്റെ വായിൽ തുണി തിരുകി ശ്വാസം മുട്ടിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. എന്താണ് പ്രാഥമികമായി കൊലപാതകത്തിൽ പോലീസ് പറയുന്നത്? മനു, വളരെയധികം വേദന ഉളവാക്കുന്ന, നമുക്ക് റിപ്പോർട്ടിങ്ങിന് നിൽക്കുമ്പോഴൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇടയ്ക്ക് കൊച്ചിയിൽ നിന്ന് വരാറുള്ളത്. അത്തരത്തിൽ ഇന്നലെ ഏറെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു വാർത്ത തന്നെയാണ് ഇന്നലെ പുറത്തു വന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, എങ്ങനെയാണ് ആ ഒരു കൊലപാതകം സംഭവിച്ചത്, എത്രത്തോളം ക്രൂരമായാണ് ആ ഒരു കൊലപാതകം നടന്നത്, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട് എന്ന് വെളിവാക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാക്ഷി മൊഴികളുമൊക്കെയാണ് പുറത്തു വരുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മരണകാരണം ശ്വാസം മുട്ടിയതാണ്, അല്ലെങ്കിൽ വായും മൂക്കിലും പൊത്തിപ്പിടിച്ച് തുണി തിരുകി ശ്വാസം മുട്ടിയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പങ്കുവെക്കുന്ന വിവരം. ഈ ഒരു കുഞ്ഞിനെ ഈ ഒരു നിലയിൽ റോഡിൽ കാണുമ്പോൾ കുട്ടിയുടെ കഴുത്തിൽ ഷോൾ ചുറ്റിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴുത്ത് ഞെരിക്കുന്ന രീതിയിലൊരു ഷോൾ ചുറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ഈ ഒരു സംഭവം നടന്ന് ആദ്യമായി ആളുകൾ അവിടെ ഓടിയെത്തിയപ്പോഴേക്കും കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ തലയോട്ടിയും കീഴ്ത്താടിയുമെല്ലാം തകർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത്തരത്തിൽ ആ ഒരു നിരീക്ഷണം വരുമ്പോൾ മനസ്സിലാക്കുന്ന ദൃക്സാക്ഷി മൊഴികളിൽ നിന്ന് സംഭവിക്കുന്ന കാര്യം, ഇത്തരത്തിലൊരു പാഴ്സൽ റോഡിലേക്ക് വന്ന് കയറി ഇറങ്ങുമ്പോൾ വണ്ടി കയറി ഇറങ്ങിയിട്ടുണ്ടാകുമോ എന്നൊരു സംശയം കൂടി ഈ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇത്തരത്തിൽ കീഴ്ത്താടിയും തലയോട്ടിയും തകർന്നൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഒരു മൃതദേഹത്തോടുള്ള അനാദരവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കൂടി ഈ ഒരു വിഷയത്തെ വായിച്ചെടുക്കേണ്ട ഒരു മൊത്തത്തിൽ ക്രൂരമായ രീതിയിൽ ജനിച്ച ഉടൻ തന്നെ ശ്വാസം മുട്ടി കൊലപ്പെട്ടതിന് ശേഷം 5ാം നിലയിൽ നിന്ന് റോഡിലേക്ക് വീഴുന്നൊരവസ്ഥ ആ കുഞ്ഞിനുണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഒരു പൂച്ചക്കുഞ്ഞാണെന്നോ അല്ലെങ്കിൽ പാഴ്സലാണെന്നോ ഒക്കെ കരുതിയ ആളുകൾ അടുത്തെത്തുമ്പോഴേക്കും ഒരു വണ്ടി കയറി ഇറങ്ങുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അത്തരത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവമാണ് എന്തായാലും ഇന്നലെ കൊച്ചിയിൽ ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ ഈ ഒരു ആദ്യമായൊരു പാഴ്സൽ അവിടെ കിടക്കുന്ന ആൾ അവിടെ ചെല്ലുമ്പോൾ പൂച്ചയോ മറ്റോ വണ്ടി തട്ടി മരിച്ചതാകാം എന്നുള്ള രീതിയിലൊക്കെയാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് പൊക്കിൾ കൂടി പോലും അറുത്തുമാറ്റാത്ത രീതിയിലൊരു ആൺകുഞ്ഞിൻ്റെ, നവജാത ശിശുവിൻ്റെ മൃതദേഹം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞെട്ടലും ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തുകയുമായിരുന്നു. 2 കാര്യങ്ങളാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഈ കുറ്റവാളിയെ കണ്ടെത്താനും ഇല്ലെങ്കിൽ ഈ ഒരു ആളെ കേന്ദ്രീകരിച്ച് അന്വേഷണം വേഗത്തിൽ നടത്താനും കാരണമായത്. ഒന്ന്, ഈ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാഴ്സൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 5ാമത്തെ ഒരു നിലയിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിയുന്ന അല്ലെങ്കിൽ റോഡിലേക്ക് വീഴുന്ന CCTV ദൃശ്യങ്ങളാണ് ആദ്യം ഈ കേസിൽ ഒരു തെളിവായി മാറുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റിലേക്ക് എത്താൻ കാരണമാകുന്നത്. 2ാമത്തെ കാര്യം, ഈ ഒരു സ്വകാര്യ ഓൺലൈൻ സാധനങ്ങൾ വിൽക്കുന്ന കമ്പനിയുടെ ഒരു പാക്കേജിലാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തേക്ക് എറിയുന്നത്. ആ ബാർകോഡൊക്കെ ചോര പറ്റി മറിഞ്ഞിരുന്നതാണെങ്കിലും ആ ബാർകോഡിൽ നിന്നാണ് ഈ ഒരു അഡ്രസ്സ് പോലീസ്
കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രതിയിലേക്ക്, ഈ ഒരു ഫ്ലാറ്റിലേക്ക് പോലീസ് എത്തിച്ചേരുന്നതും. ഈ ഒരു ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ എന്താണ് പോലീസിൻ്റെ തെരച്ചിലിനൊപ്പം കൂടിയിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിവരം. അത്തരത്തിൽ മാതാപിതാക്കൾ പോലും അറിയാതെയാണ് ഈ കുട്ടി രാവിലെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നതും അതിനുശേഷം എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ കുഞ്ഞിനെ കൊല്ലുന്നതും ഈ താഴേക്ക് വലിച്ചെറിയുന്നതും ഒക്കെ തന്നെ സംഭവിക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവം ഒരു 8:30 വാർത്തയാകുന്ന ഉടൻ തന്നെ പോലീസ് എത്തുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുവാൻ പോലീസിന് കഴിയുന്നു. ഇതിൽ രണ്ടാമതൊരു കാര്യം, ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരാൾ, അത് രണ്ടാമതൊരു കേസെടുത്തായിരിക്കും പോലീസ് അന്വേഷിക്കുക. ആ അന്വേഷണം ഇപ്പോൾ പെൺകുട്ടി ചികിത്സയിലാണ്, പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അണ്ടറിൽ ചികിത്സയിലാണ്. ഈ ഗൈനക്കോളജിസ്റ്റിൻ്റെ അനുവാദത്തോടു കൂടി, ഡോക്ടറുടെ അനുവാദത്തോടു കൂടിയായിരിക്കും ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യലും യുവതിയെ ചോദ്യം ചെയ്യലും പിന്നീട് കസ്റ്റഡിയിലേക്ക് എടുക്കലും അറസ്റ്റിലേക്ക് നീങ്ങുകയും ഒക്കെ. ആദ്യം ഈ ഒരു ഡോക്ടറുടെ അണ്ടറിൽ ചികിത്സയിൽ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഈ കുട്ടി എന്തായാലും ഈ ഒരു വ്യക്തിക്കെതിരെ, ഈ പീഡിപ്പിച്ചു പറയുന്ന വ്യക്തിക്കെതിരെ ഒരു പരാതി നൽകിയിട്ടില്ല. അപ്പോൾ പരാതി നൽകാത്ത പക്ഷം സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കുകയും അത്തരത്തിലായിരിക്കും ഈ കേസ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോവുക. പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇതിന്റെ 2 വശമുണ്ട്. ഒന്ന്, ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസും അതിന്റെ കാര്യങ്ങളും അതൊരു വശത്ത് നിൽക്കുന്നത്. അത് അതിക്രൂരമാണ്, അതിലൊരു ന്യായീകരണത്തിന് നമുക്ക് കഴിയില്ല, ഒരു തരത്തിലും അതിന് മാപ്പ് കൊടുക്കാനും കഴിയില്ല. പക്ഷേ അതേസമയം തന്നെ മറുവശത്തുള്ള പ്രശ്നം കൂടി അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതാണ്. ആ യുവതിയെ പീഡിപ്പിച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ആര് ചെയ്തു, എങ്ങനെ സംഭവിച്ചു എന്നടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം ഇതിന് പുറകിലുണ്ട്. ഇപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ എങ്കിൽ പോലും അവർ നൽകിയ മൊഴിയിൽ നിന്നൊരു ഡാൻസറാണ്, തൃശ്ശൂർ സ്വദേശിയാണ് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ചുവട് പിടിച്ച് മറുവശത്ത് വേറൊരു അന്വേഷണവും നടക്കുന്നില്ലേ? തീർച്ചയായും മനു, പോലീസ് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു യുവാവ്, തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഡാൻസർ ആയിട്ടുള്ള ഒരു യുവാവ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുകയും തുടർന്ന് ഈ കുട്ടിയെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയുമായിരുന്നു എന്നാണ് ഈ യുവതി നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും പോലീസ് ഈ വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. യുവതിയുടെ ഭാഗത്തു നിന്നൊരു മൊഴി, അല്ലെങ്കിൽ യുവതിയുടെ ഭാഗത്തു നിന്നൊരു പരാതി ഇതുവരെ യുവാവിനെതിരെ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ പോലീസിന്റെ സ്വമേധയുള്ള അന്വേഷണം, സ്വമേധയുള്ള കേസുമായിരിക്കും നിലവിലുണ്ടാകുക. അതിനുശേഷം യുവതിയുടെ ആരോഗ്യനില അനുസരിച്ച് യുവതിയുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിന്റെ, അല്ലെങ്കിൽ ഈ ഒരു പീഡിപ്പിച്ച ആളുടെ കേസിന്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുക. എന്തായാലും ആ വ്യക്തിയുടെ, അല്ലെങ്കിൽ പീഡിപ്പിച്ചയാളുടെ അറസ്റ്റും ഉടൻ ഉണ്ടാകും. 2 കേസുകൾ ഇതിന് ഒപ്പം ഉണ്ടാകും. ആദ്യം ഈ കുഞ്ഞിനെ കൊന്ന അമ്മ, അല്ലെങ്കിൽ യുവതിയുടെ ഈ ഒരു കേസും, ഒപ്പം തന്നെ ഈ പീഡനത്തിനിരയാക്കിയ യുവാവിനെതിരെയുള്ള കേസും ഉണ്ടാകും. അത്തരത്തിൽ 2 കേസുകളായിട്ടായിരിക്കും കൂടുതൽ ഈ കേസ് മുന്നോട്ട് പോവുക. എന്തായാലും 2 കാര്യത്തിലും പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. പെൺകുട്ടിയെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ചികിത്സയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവുക. ആരോഗ്യനില എങ്ങനെയുണ്ട്? കാരണം ഈ പ്രസവം സ്വമേധയാ എടുക്കുകയായിരുന്നല്ലോ, വീട്ടിലാണ്, ബാത്റൂമിലാണ് പ്രസവിച്ചത്. അപ്പോൾ ഈ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ? പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൂടുതലായി പങ്കുവയ്ക്കുന്നില്ല. ചികിത്സയിലാണ്. ചികിത്സയിൽ നിന്ന് ഡോക്ടറുടെ അനുമതിയോടുകൂടി, ഡോക്ടർ സമ്മതിക്കുന്ന പക്ഷം തങ്ങളുടെ കസ്റ്റഡിയിലേക്ക് യുവതിയെ കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. എന്തായാലും വൈകാതെ തന്നെ ഈ ഒരു കാര്യമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആവശ്യത്തിന്, അല്ലെങ്കിൽ പ്രസവ സമയത്ത് ലഭിക്കേണ്ട, അല്ലെങ്കിൽ ഗർഭകാലത്തിൽ ലഭിക്കേണ്ട യാതൊരുവിധ പരിഗണനയും, അല്ലെങ്കിൽ ആ യാതൊരുവിധ ആരോഗ്യ സംബന്ധമായ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ കുട്ടി പ്രസവിക്കുന്നതും, തനിയെ പ്രസവിക്കുന്നതും, പൊക്കിൾക്കുടി പോലും മുറിക്കാതെയാണ് കുഞ്ഞിനെ കണ്ടെത്തിയതെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ഒട്ടും ആരോഗ്യകരമല്ലാത്തൊരു സംഭവം, അല്ലെങ്കിൽ ആരോഗ്യകരമല്ലാത്ത കുറേ നാളിലൂടെ കടന്നുപോയൊരു യുവതി എന്നുള്ളതിനൊപ്പം തന്നെ ഈ ശാരീരികമായ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊപ്പം തന്നെ മാനസികമായ യുവതി തകർന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു സംഘർഷം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് പെൺകുട്ടി ഉള്ളത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രസവ സമയവും അതിനുശേഷം ഈ കുഞ്ഞിന് കൊലപാതകവും വലിച്ചെറിയുന്നതിന് ഇടയിലുണ്ടായ മണിക്കൂറുകൾ ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ എന്താണ് തനിക്ക് സംഭവിച്ചത്, താൻ എന്താണ് ചെയ്തതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല, ഓർത്തെടുക്കാൻ സംഭവിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ ട്രോമാറ്റിക്കായി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് പെൺകുട്ടിയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ ശാരീരിക ചികിത്സയോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു പെട്ടെന്നുണ്ടായെന്ന് പറയാൻ സാധിക്കില്ല എന്നെങ്കിലും ആ ഒരു സമയത്തുണ്ടായ മാനസിക സംഘർഷങ്ങൾ അത് ആ കുട്ടിയുടെ മനസ്സിനെയും ഉലച്ചിട്ടുണ്ട്. അത്തരത്തിൽ
ആ ഒരു മാനസിക സംഘർഷം അല്ലെങ്കിൽ മാനസികമായ ആരോഗ്യം കൂടി വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ ശരിയായ രീതിയിൽ ഈ ഒരു ചോദ്യം ചെയ്യൽ കൂടി പുരോഗമിക്കുകയുള്ളൂ, എന്നാലേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അത്തരത്തിൽ ഈ മെൻ്റലിയും ഫിസിക്കലിയും പെൺകുട്ടി ഫിറ്റായ സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്, കൃത്യമായൊരു ചോദ്യം ചെയ്യലും കൃത്യമായ ഒരു അന്വേഷണം നടക്കുക എന്നുള്ളതും. അതിനാൽ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഡോക്ടറുടെ ഇതിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനുശേഷമായിരിക്കും കൃത്യമായ ചോദ്യം ചെയ്യലിലേക്കും മറ്റ് അന്വേഷണത്തിലേക്കും യുവാവുമായി ഉണ്ടായ ബന്ധത്തിലേക്കും എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അതിജീവിതയായി താൻ മാറി, അതിജീവിത എന്ന പെൺകുട്ടി പറയുന്ന രീതിയിൽ ഒരു സംഭവം ഇതിൽ ഇത്രത്തോളം കാര്യങ്ങൾ മുന്നോട്ട് വന്നതും എന്നതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സമാന്തരമായി ഈ യുവാവിനെ പറ്റിയുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത്തരത്തിൽ 2 കേസുകളായി ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഉടൻ തന്നെ ഈ ഒരു കേസിൻ്റെ മുഴുവനായും ചുരുളഴിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഗായത്രി, നമ്മൾ സംസാരിക്കുമ്പോൾ ആ യുവതി, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ യുവതി പോലീസിന് നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ രാവിലെ 8 മണിയോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി. ആ സമയത്ത് കയ്യിൽ കിട്ടിയതിൽ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ പുറത്തേക്ക് എറിയുകയായിരുന്നു. കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാനായി വായിൽ തുണിതിരിക്കുകയായിരുന്നു. അന്നേരമാണ് ശ്വാസം മുട്ടി വേഗത്തിൽ മരണം സംഭവിക്കുന്നത്. ആത്മഹത്യയെക്കുറിച്ച് പോലും ആ നിമിഷം ചിന്തിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ ആ മൊഴിയുടെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഒരു പ്രാഥമികമായ ഒരു സൂചന മാത്രമാണത്. അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു മാനസിക സംഘർഷം കൂടി ആ സമയങ്ങളിൽ കുട്ടി അനുഭവിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാനസിക സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ആ യുവതി ഇപ്പോഴും ഉള്ളത് എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത് പറഞ്ഞതുപോലെ രാവിലെ 5 മണിയുടെ പ്രസവം നടക്കുന്നു. ഉടൻ തന്നെ രാവിലെ നേരം വെളുക്കുമ്പോൾ അച്ഛനും അമ്മയും കഥകൾ മുട്ടും. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ള രീതിയിൽ അച്ഛനെയും അമ്മയും മുറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമായി ആ കുട്ടിയുടെ ചിന്തകൾ, ആ യുവതിയുടെ ചിന്തകൾ മാറുകയും അതിനുവേണ്ടി ഏത് രീതിയിലും കുഞ്ഞിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്ത കൃത്യമാണ് ഇത്തരത്തിൽ ഒരു വളരെ ദാരുണമായ, വളരെ ക്രൂരമായ ഒരു വാർത്തയായി ഇന്നലെ രാവിലെയോട് കൂടി മുന്നേക്ക് വരുന്നത്. ഇന്നലെ ഈ ഒരു സംഭവം നടന്ന പനമ്പള്ളി നഗറിലെ ആ ഒരു പ്രത്യേക ഇടത്ത് ആ റോഡിന് സമീപം തന്നെയുള്ള ഒരു അഴുക്കുചാലാണ്. അത്തരത്തിൽ ഒരുപക്ഷെ അഴുക്കുചാലിലേക്കായിരിക്കും ആ കുട്ടി എറിഞ്ഞിട്ടുണ്ടാകും. എന്തായാലും റോഡിലേക്ക് വീഴുകയായിരുന്നു. അത് അപ്പുറത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അടുത്ത ഫ്ലാറ്റിലുണ്ടായിരുന്ന ആളുകൾ എന്തോ വീഴുന്നത് ശ്രദ്ധിക്കുകയും തുടർന്ന് CCTV ദൃശ്യങ്ങളും അടുത്ത് ചെന്ന് നോക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു നവജാത ശിശുവാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്.